യജമാനനെ നഷ്ടപ്പെട്ട മിണ്ടാപ്രാണികളും വയനാട് ദുരന്തമുഖത്തെ വലിയ നോവാണ്. അത്തരം ജന്തുക്കൾ ഉടയവരെ തേടിയുള്ള അലച്ചിലും പല മാധ്യമങ്ങളിൽ പലതരം വാർത്തകളായി നമ്മുടെ മുന്നിലേക്ക് വന്നു. 6 ദിവസം ഈ അലച്ചിലിനൊടുവിൽ യജമാനെ നേരിട്ട് കണ്ടാൽ എങ്ങനെയായിരിക്കും അവരുടെ സ്നേഹം അണപൊട്ടി ഒഴുകുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ദേ നോക്കിയേ. ദുരന്തമുഖത്തു നിന്ന് വന്ന ഹൃദയസ്പർശിയായ ദൃശ്യമാണ്. അവന്റെ സന്തോഷം അണപൊട്ടി ഒഴുകുന്ന രീതി നോക്കി. കരയുന്നുണ്ടവൻ, ചിരിക്കുന്നുണ്ടവൻ. അവന്റെ സ്നേഹം അത് എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കണമെന്നറിയാതെ അവൻ വെപ്രാളപ്പെടുകയാണ്. ഒരുപക്ഷെ മനുഷ്യരെ പോലെ കൈയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചേനെ. അതില്ലെങ്കിലും അവൻ ആ സ്ത്രീയോട് കാട്ടുന്ന ഒരു സ്നേഹം കാണുമ്പോൾ മനുഷ്യർക്കും അതൊരു വലിയ പാഠമാണ്. വ്യക്തികളുടെ സമ്പത്തും പദവികളും നോക്കി സൗഹൃദ വലയത്തിൽ ഉൾപ്പെടുത്തുന്നവർ ഇത് കണ്ടു പഠിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിശപ്പിന് ആഹാരവും നേരിയ പരിചരണവും മാത്രമാണ് അവന് കിട്ടിയിട്ടുള്ളത്. അത് അവനുണ്ടാക്കിയിരിക്കുന്ന നന്ദിയുടെ തീവ്രത പരിധിയില്ലാതെ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ തെളിവാണ്. ദുരന്തമുഖം മനുഷ്യന്റെ കണ്ണ് തുറപ്പിക്കാൻ ഇത്തരം ചില ദൃശ്യങ്ങൾ കൂടി സാക്ഷ്യപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. സുരക്ഷിതമായ മേഖലകളിലിരുന്ന് ഈ കാഴ്ചകൾ കാണുന്നവർ അവരുടെ കണ്ണ് തുറപ്പിക്കാൻ ഈ ദൃശ്യങ്ങളൊക്കെ സഹായിക്കണം. മിണ്ടാപ്രാണിയോട് 3 നേരത്തെ ആഹാരം കൊടുത്തതിൻ്റെ നന്ദി പ്രകടനമാണ്. ഹൃദയഹാരിയായ കാഴ്ചയെന്ന് പറഞ്ഞാൽ കണ്ടു നിൽക്കുമ്പോൾ ഉള്ളിൽ സങ്കടം വന്നു പോകും. ആരാ പറഞ്ഞ് ഇവർക്കൊന്നും തിരിച്ചറിവില്ല എന്ന്? അവർക്ക് തിരിച്ചറിവുണ്ടെന്നേ, അവർക്ക് സ്നേഹമുണ്ടെന്ന്. യജമാനൻ എന്ന് പറഞ്ഞാൽ ജീവന് തുല്യമാണെന്ന് തെളിയിക്കുന്നില്ലേ? ആ സ്ത്രീ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവന് സമാധാനം വരുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലെ മിണ്ടാപ്രാണികളെന്നും നമ്മൾ തിരിച്ചറിയേണ്ട സന്ദർഭമാണ്.